ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ അശ്വിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മിററിൽ പ്ലീസ് കം ടു ദ ടെറസ് എന്ന് എഴുതിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ ശ്രുതി പറയുകയാണ്, ഇത് എനിക്കുള്ളതാണല്ലോ, അശ്വിൻ സാറ് എന്തിനായിരിക്കും എന്നെ ടെറസിലേക്ക് വിളിക്കുന്നത്? ഇത് അശ്വിൻ സാറ് തന്നെ എഴുതിയതാണോ? എന്നിട്ട് അല്ല, എന്തിനായിരിക്കും എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്? ഇല്ല, ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ശ്രുതി അതേ തന്നെ നോക്കി നിന്നിട്ട് പറയാം, എൻ്റെ കുട്ടികൃഷ്ണ, ഈ അശ്വിൻ സാറിന് എന്തായിരിക്കും എന്നോട് പറയാനുള്ളത്? എനിക്ക് ആകെ പേടിയാവുന്നല്ലോ. എന്നിട്ട് മിററിൽ എഴുതിയിരിക്കുന്നത് ശ്രുതി മായ്ച്ചു കളഞ്ഞിട്ട് പറയാം, അശ്വിൻ സാറിന് എന്താ പറയാനുള്ളതെന്ന് അറിയണമല്ലോ, ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ടെറസിലേക്ക് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് അശ്വിനാണെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കാം, എന്താ മുത്തശ്ശി, എന്താ പറ്റിയത്? മുത്തശ്ശി പറയുകയാണ്, അത് പിന്നെ അഞ്ജലിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അഞ്ജലി ഇതുവരെ എത്തിയിട്ടുമില്ല, ഫോൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അശ്വിൻ പറയുകയാണ്, എന്നിട്ട് എന്താ ഇതുവരെ എന്നോടൊന്ന് പറയാനത്? മുത്തശ്ശി, നീ നല്ല തിരക്കിലായോണ്ടാ പറയാനെന്ന് പറയുമ്പോൾ മനോരമ പറയുകയാണ്, ഇന്ന് വലിയ ആക്സിഡൻറ്റും ഉണ്ടായോ? മുത്തശ്ശിയാണെങ്കിൽ ഇതേ മനോരമ നിന്റെ നാക്കെടുത്ത് വളയ്ക്കാതെ. അപ്പം മനോരമ പറയാം, അല്ല സൗണ്ട് കേട്ടെന്നല്ലേ പറഞ്ഞത്, ക്ലാഷ് ഉണ്ടാവുമ്പോഴല്ലേ സൗണ്ട് കേൾക്കുന്നത്, വല്ല ആക്സിഡൻറ്റും ഒക്കെ സംഭവിച്ചെങ്കിലോ? അപ്പോൾ മോഹനും മനോരമ വഴക്ക് പറയുന്നു. എന്നിട്ട് മോഹനൻ ഡ്രൈവറിനെ എല്ലാം വിളിച്ചു നോക്കുന്നു. രണ്ടുപേരും ഫോൺ എടുക്കാത്തതിൽ പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മോഹനൻ പറയാണ്, അശ്വിൻ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പോയി നോക്കിയാലോ? അശ്വിൻ ഒന്നുകൂടി അഞ്ജലിയെ വിളിച്ചു നോക്കിയിട്ട് ഫോൺ എടുക്കാതാവുമ്പോൾ പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് അശ്വിൻ ഒരു കോൾ വരുന്നു. അശ്വിൻ സായിറാമല്ലേ, ഞാൻ സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, കാറ് നല്ല സ്പീഡിലായിരുന്നു, ബ്രേക്ക് നഷ്ടമായിട്ട് ഡിവൈഡറിൽ വന്ന് ഇടിച്ചു കയറിയതാ, ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഡ്രൈവറിന്റെ നില കുറച്ച് മോശമാണ്, നിങ്ങളുടെ ചേച്ചി ഇവിടെ അടുത്ത ക്ലിനിക്കിൽ കാണിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് അങ്ങോട്ട് വരണമെന്ന് ഒരേ വാശി. അശ്വിൻ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ SI പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ തന്നെ മാഡം അവിടെ എത്തിയിരിക്കും. പെട്ടെന്ന് അഞ്ജലി ഒരു കാറിൽ വന്നിറങ്ങുന്നു. ഇത് കാണുമ്പോൾ അശ്വിനാണെങ്കിൽ ഓടിച്ചെന്ന് അഞ്ജലിയെ കെട്ടിപ്പിടിക്കുകയാണ്. അഞ്ജലി പറയാ, എനിക്കൊന്നുമില്ല കുഞ്ഞ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ മുറിവാ സംഭവിച്ചത്. പെട്ടെന്ന് കാറിന്റെ ബ്രേക്ക് പോയി, കാർ നല്ല സ്പീഡിലായിരുന്നു, എവിടെയോ ചെന്ന് ഇടിച്ചു, ഇപ്പോൾ ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ട്, നീ ആ ഹോസ്പിറ്റലിൽ വിളിച്ച് അയാളുടെ കാര്യം ഒന്ന് അന്വേഷിക്കോ കുഞ്ഞ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുകയാണ്, ചേച്ചി അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ചേച്ചിയുടെ കാര്യം എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ അഞ്ജലി പറയാണ്, ഏയ് നീ എന്തൊക്കെയായി പറയുന്നത്, അതുകൊണ്ടൊന്നുമല്ല, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അശ്വിനും അഞ്ജലിയും അകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുക, എന്താ എന്താ ഉണ്ടായത്? അപ്പോൾ അശ്വിൻ പറയാം, ഞാൻ ചേച്ചി ഒന്ന് കിടത്തട്ടെ. അങ്ങനെ എല്ലാവരും മുറിയിലേക്ക് ചെല്ലുമ്പോൾ അഞ്ജലി പറയുകയാണ്, പേടിക്കേണ്ട മുത്തശ്ശി, ദൈവാധീനം കൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, നിങ്ങളെല്ലാവരും എന്തിനു സങ്കടപ്പെടുന്നത്? അപ്പോൾ മനോരമ പറയാം, ദൈവമേ, എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മോഹനം പറയാം, മനോരമേ നീ ഒന്നും മിണ്ടായിരുന്നേ. മനോരമ പറയാം, പിന്നെ അഞ്ജലി ബേബിക്ക് ആക്സിഡന്റ് പറ്റിയിരിക്കുമ്പോൾ ഞാൻ മിണ്ടായിരിക്കില്ല, ഞാൻ പറയേണ്ടത് പറയും. അഞ്ജലി പറയാം, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, എനിക്ക് ചെറിയ മുറിവല്ലേ ഉള്ളൂ, അധികം വേദനയൊന്നുമില്ല, നിങ്ങൾ ഇക്കാര്യം പ്രീതിയോടും ആകാശിനോടും ശ്യാമേട്ടനോടും ഒന്നും പറയണ്ട, കല്യാണ വീടാണെന്ന് ആരും ശ്രദ്ധിക്കില്ല, പിന്നെ പ്രീതിക്കും വീട്ടുകാർക്കും അതൊരു സങ്കടവും ആകാശിനും, അതുകൊണ്ട് എനിക്ക് നീ ആകാശിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം, നിങ്ങളെല്ലാവരും ഗസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ല്, എനിക്കൊരു കുഴപ്പമില്ല. മുത്തശ്ശിയാണെങ്കിൽ അഞ്ജലി അടുത്ത് കിടക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അശ്വിനാണെങ്കിൽ അഞ്ജലിയുടെ മുറിയിൽ നിന്നിട്ട് അഞ്ജലിയായിട്ടുള്ള കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് പൊട്ടിക്കരയുകയാണ്. പെട്ടെന്ന് അഞ്ജലി എഴുന്നേറ്റിരുന്നിട്ട്, കുഞ്ഞാ എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? പെട്ടെന്ന് അശ്വിനാണെങ്കിൽ അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അഞ്ജലിയുടെ കാലിൽ പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. എനിക്ക് ഈ കല്യാണ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ചേച്ചിയെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അഞ്ജലി പറയുകയാണ്, എന്തൊക്കെയാണ് നീ പറയുന്നത്? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയോ? അതുമല്ല, ബ്രേക്ക് നഷ്ടമായതും നീയായിട്ട് എന്താ ബന്ധം? അതൊന്നുമല്ല കുഞ്ഞ്, നീ സങ്കടപ്പെടണ്ട, ഞാൻ ആക്സിഡന്റ് പറ്റിയപ്പോൾ ആദ്യം ആലോചിച്ചത് നിന്നെ പറ്റിയ. നിനക്കിതൊന്നും സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല, ഈ കല്യാണം മംഗളമായിട്ട് തന്നെ നടക്കട്ടെ, നിന്നെ വിട്ട് ഞാൻ എങ്ങും പോയില്ല, നിന്റെ കല്യാണം കണ്ട് നിന്റെ ജീവിതമെല്ലാം എനിക്ക് ആസ്വദിക്കണം എന്ന് പറയുമ്പോൾ അശ്വൻ പറയാണ്, ചേച്ചി ഇനി എങ്ങനെ അടുത്ത് അങ്ങനെ ഒന്നും പറയരുത്. അപ്പോൾ അഞ്ജലി പറയാം, ഇല്ല കുഞ്ഞ, എന്നും ഈ ചേച്ചി നിന്നെ വിട്ട് എങ്ങും പോയില്ല, എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ചേച്ചി ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടില്ലേ, എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അശ്വൻ പറയുമ്പോൾ അഞ്ജലി പറയുകയാണ്, ഞാൻ നിന്നെ വഴക്ക് പറയാറില്ലേ, അതൊന്നും നീ കാര്യമാക്കണ്ട, ഇത് നീ കാരണം സംഭവിച്ചതല്ലല്ലോ, നിന്നെ വിട്ട് എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല, നിന്റെ കൂടെ തന്നെ ഈ ചേച്ചി എന്നും ഉണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ജീവിതം അറിഞ്ഞു തന്നെ ജീവിക്കണം, മനസ്സ് പറയുന്നത് അനുസരിച്ച് ജീവിക്കണം എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അശ്വിനാണെങ്കിൽ മനസ്സിലാണെങ്കിൽ ശ്രുതിയെ പറ്റി ആലോചിച്ചിട്ട് പെട്ടെന്ന് ശ്രുതിയെ കാണാനായിട്ട് പോവുകയാണ്. ഈ സമയം ശ്രുതിയാണെങ്കിൽ അശ്വിനാണ് മുകളിലേക്ക് വിളിച്ചെന്ന് എഴുതി ടെറസിൽ ചെന്ന് നിൽക്കുന്നു. പെട്ടെന്നാണെങ്കിൽ ശ്രുതിയുടെ തോളിൽ ആരോ കൈവെക്കുന്നു. അശ്വിനാണെന്ന് എഴുതി സന്തോഷത്തോടെ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണുന്നത് ശ്യാമിനെയാണ്. ശ്യാമിനെ കണ്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് ശ്രുതി. ശ്രുതിയെ കാണാനായിട്ട് ടെറസിലേക്ക് വരികയാണ് അശ്വിൻ.
ശ്രുതിയെയും ഷ്യാമിനെയും ഒരുമിച്ച് കാണുന്നു അശ്വിൻ. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.